എന്റെ കനകേട്ട എന്ത് പറ്റി കനകേട്ട? നിങ്ങൾക്ക് ആരാ ഇത്? വലിയ ശല്യമായല്ലോ. ഏതാ സ്ത്രീ? എന്റെ ഭാര്യ. നീ ഇവിടുത്തെ നേഴ്സാ? തമാശകളോ? എന്തോ ഈ കുട്ടി ഏതാ? കനകേട്ട വേണ്ട കേട്ടോ, അഭിനയൊക്കെ തട്ടേലും മതി. മര്യാദയ്ക്ക് വാ പോവാ. ഞാനിപ്പോ ഒരു ഭ്രാന്തനാ, എനിക്ക് നിങ്ങൾ അറിയില്ല. ഡോക്ടർ പ്ലീസ് എന്നെ ചങ്ങലക്കിടൂ. ഇല്ല കേട്ടോ ഡോക്ടറെ, കനകേട്ടൻ വെറുതെ അഭിനയിക്കുന്നതാ. നല്ല ഒന്നാന്തരം നടനല്ലേ ഇത്? വെറുതെ വേഷം കെട്ടില്ല. ഡോക്ടറെ ഒന്ന് അഴിച്ചു വിടാൻ പറ. അതിനു മുമ്പ് 7 ചട്ടിയുടെ പണം കിട്ടണം. ജട്ടിയോ? ഇവിടുന്ന് തുണിക്കച്ചവടം? ചട്ടിയല്ല, ചട്ടി, പൂച്ചട്ടി. ഇയാള് പൊട്ടിച്ചതാ. എത്രയാ? ഞാൻ തരാം. 750. 750? അതെന്നെ സ്വർണം പൂശിയതാണോ? 600 തരാം. ശരി ശരി. താങ്ക്സ്. അയ്യോ കഷ്ടം, എന്റെ പൊന്നു ഡോക്ടറെ, പേഴ്സ് മാറിപ്പോയി. ഞാൻ ചെക്ക് തരാം. അത് കൊണ്ടുവന്നിട്ടുണ്ടോ? അതും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ നാളെ തന്നെ കൊടുത്തുവിടാം. പ്ലീസ് ഡോക്ടർ. പാവങ്ങളെ പറഞ്ഞു. ശരി. സ്ഥലം കളിയാക്കാൻ നോക്ക്. താങ്ക്സ്. അടിച്ചു വിട്ടേക്ക്. ശരി. നാടക ആർട്ടിസ്റ്റുകളാ, എന്തോ സാമ്പത്തിക പ്രശ്നമാണ്. വാ പോവാം. ഞാനെങ്ങും വരുന്നില്ല. കനകേട്ടാ വെറുതെ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാതെ വാ. ഭാരതി പലിശക്കാരുടെ ഇടിയുള്ള എന്നെ കൊണ്ട് വയ്യ. അവരെയൊക്കെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. മോളെ തൊട്ട് സത്യം ചെയ്യുകയാണ് സത്യം. നീ വന്ന് ഓട്ടോല. അപ്പൊ ഇതാര് കൊടുക്കും? ആ ഡോക്ടർ കാണാതെ ഞാൻ ഒളിപ്പിച്ചു വെച്ചതാ. ഭയങ്കര പുള്ളി തന്നെ. വാ കേറ്. എത്രയായി? 150. ആ നോട്ടിക്കതാ. വേണ്ട, ഞാൻ കൊടുത്തോളാം. 500 അതിനെന്താ? ബാക്കി തരും. അയാൾ തരും, പക്ഷെ എന്റെ കൈ കിട്ടൂല. എന്ത് പണ്ടാണ് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എനിക്ക് ഇപ്പൊ അറിയണം, ഈ വീട്ടിലെ ഭർത്താവ് ഞാനോ അതോ നീയോ? വൈകാതെ ഭർത്താവ് വേഷം ഞാൻ തന്നെ കെട്ടേണ്ടി വരും. ഞാൻ മോളെ ഒരു വരെ ചൊറിയുന്ന വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഇതെന്താണ് ബ്ലേഡുകാരുടെ സംസ്ഥാന സമ്മേളനം? വീട് പൂട്ടുന്നതിന് അകത്തേറി ഒളിച്ചിരുന്നതാ. ഞങ്ങൾക്കറിയാം നീ വന്ന് പെടുന്ന്. മര്യാദക്ക് കാശ് ഇല്ല, നിക്കില്ല. കൊള്ളില്ലടാ, തൊലി പ്രൂഫാ. എന്തിനാ നീ ഓടുന്നത്? അടുത്ത ഒളിമ്പിക്സിന് ഇന്ത്യക്ക് വേണ്ടി ഓടുന്നത് ഞാനാ. അതിനുള്ള റിഹേഴ്സലാ. ഇതാ ഇതിന്റെ ഒരു കാര്യം. കാശ് വയ്ക്കാൻ വരുമ്പോഴൊക്കെ തമാശ പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ചാ മതി. ഇത്തവണ ചിരിപ്പിച്ച് രക്ഷപ്പെടാൻ നോക്കട്ടെ. ഭാരതി, ആ പറ്റ പൊക്കിഞ്ഞെടുത്തേ. അപ്പൊ ഇന്ന് കിട്ടും. അവറാച്ചൻ ചേട്ടന്റെ ടോട്ടൽ എത്രയാ? മുതലും പലിശയും ചേർത്ത് 38,800. റൗണ്ടാക്കി പറഞ്ഞതല്ലേ കള്ളൻ. കൃത്യമായിട്ടില്ലേ നോക്ക്. വളരെ ഉപകാരം. എത്രയാണ് ചെട്ടിയാരെ? 72,000. കൃത്യമില്ലേ നോക്കിയോ? സന്തോഷം. എന്റെ കണക്ക് പിന്നെ കൃത്യമായിട്ട് കാണുമല്ല. ഒരു ചില്ലിക്കാശ് പോലും ഇതുവരെ തന്നിട്ടില്ല. അറിയാം, അതുകൊണ്ടല്ലേ ബോൾഡായിട്ട് എഴുതിയിരിക്കുന്നത് 19,999. ഹാപ്പി അല്ലേ? പിന്നെ ഈ പാവപ്പെട്ട പെൻഡിങ് ആണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ കണ്ണപ്പ? പലിശ 10% ആയതുകൊണ്ട് ചുവന്ന മഷി കൊണ്ട് എഴുതിയിട്ടില്ലേ? ഇതാ നോക്ക്. അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. എന്നാ കാണാം. ഡബിൾ ഓക്കെ. നിക്ക്. അല്ല, നമ്മൾ വന്നത് പണവും പലിശയും വാങ്ങാനല്ലേ? അതെ. എന്നിട്ട് കിട്ടിയോ? ഇല്ല. പിന്നെ എന്തിനാ നമ്മൾ പോണത്? എനിക്കറിയില്ല. അമ്പടാ കനക. ബക്കം വെറുതെ ഒന്ന് നീട്ടി വിട്ടെന്നേ ഉള്ളൂ. നല്ല ചെറുപയറ് തോരനും ഇഞ്ചി വെച്ചരച്ച ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കേമായനെ. ഇത്രയും കേമായ മതി. ഭ്രാന്തം വേഷം കിട്ടി എല്ലാരും നാറ്റിച്ചില്ലേ? ഇന്ന് കാണിച്ച അഭിനയത്തിന്റെ പകുതിയാണ് 6ാമത്തെ ഭ്രാന്തല്ലേ കാണിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാനെ. ചെറിയ വ്യത്യാസത്തിൽ അത് മിസ്സായത്. എന്നാ പിന്നെ 2 അവാർഡ് നിനക്കുണ്ടല്ലോ, അതും കൂടെ പുഴുങ്ങിത്താ. എന്റെ വിശപ്പ് മാറട്ടെ. ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഒരു കളിക്ക് കിട്ടുന്നത് 8,000. ക്യാമ്പ് പിരിച്ചുവിടാൻ വേണ്ടത് 10,000. മാസത്തിൽ 15 കളിയുണ്ടെങ്കിൽ 30,000 കടം. ഞാനൊരു ദീർഘനിശ്വാസം വിട്ടോട്ടെ. എന്തിനാ കനകേട്ട കൊട്ടാരം തിയേറ്റേഴ്സ് എന്നീ കുരിശിങ്ങനെ ചുമക്കണത്? ട്രൂപ്പ് പിരിച്ചുവിട്ടിട്ട് നമുക്ക് വല്ല കൂലിവേലയ്ക്കും പോവാം. അത് മാത്രം പറയരുത് ഭാരതി. അച്ഛനോടുള്ള വാശിയാ. എന്റെ നെഞ്ചിൽ അനക്കമുണ്ടെങ്കിൽ ഞാനത് പാലിക്കും. ഈ വാശിയുടെ പേരിൽ കനകേട്ടൻ കിടന്നിങ്ങനെ വേദനിക്കണത് കാണാൻ എനിക്ക് വയ്യ. ശരിക്കും നാടകക്കാർക്ക് രംഗത്ത് കരയാൻ കണ്ണിൽ ഉള്ളിയും ഗ്ലിസറിനൊന്നും തേക്കേണ്ട കാര്യമില്ല. വീട്ടിലെ അവസ്ഥ ഒന്ന് ഓർത്താ മതി. ദൈവങ്ങളുടെ വേഷം കെട്ടി കളിക്കുന്നവരില്ലേ നമ്മള്? ഏതെങ്കിലും ഒരു ദൈവം കടാക്ഷിക്കാതിരിക്കുവോ? നേരത്തിനും കാലത്തിനും പല്ല് തേപ്പിക്കാതെ പല്ല് മുഴുവൻ സ്വർണ്ണ കളറായി. കുറച്ചുകൂടി കഴിഞ്ഞാ പറിച്ചെടുത്ത് ഉരുപ്പിടിയാക്കി പണയം വെക്കാം. അവിടെയും പണയത്തിന്റെ കാര്യം മറന്നില്ലല്ലോ. പണയം വെക്കാനല്ലാതെ പിന്നെ സ്വർണം വെട്ടി പുഴുകി തിന്നാൻ പറ്റൂടി? എന്താ ഇവിടെ ഇരുന്നതാ. എവിടെ?
അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് നമ്മൾ കുത്തുവാള എടുക്കാനുള്ള കാരണം. ഇത് ചെന്താമര തിയേറ്റേഴ്സിന് ഓണർ കുറുക്കമ്പയുടെ വക കൂടോത്രമാ. കൊട്ടാരം തിയേറ്റേഴ്സിനെയും കനകാംബരനെയും തകർക്കാനുള്ള ഗൂഢനീക്കം. ഈശ്വര, ഓം ഗണപതി മുരുക അയ്യപ്പ ദേവി മഹാമായി, ക്ഷുദ്രപ്രയോഗങ്ങൾ സത്യമാവല്ലേ നാടകദേവി. കനകേട്ടാ, ഇത് അതൊന്നും അല്ല, രൂപയാ. രൂപയാ? ആ, ഇങ്ങതാ. രാജാപ്പാട്ട് കനകാംബര, ഈ പണം നിനക്കുള്ളതാണ്. ദാരിദ്ര്യമാണെങ്കിൽ ആവശ്യത്തിന് ചെലവഴിക്കാം എന്ന് കാന്തപുരം ബ്രദേഴ്സ്. ഭാരതി, എന്താ കനകേട്ടാ? നീ എന്നെ ഒന്ന് നുള്ളിക്കേ. നുള്ളാനോ? ആ, ഇത് സ്വപ്നാണോന്ന് അറിയാൻ വേണ്ടിട്ടാ നുള്ള്. ജീവൻ പോയല്ലോടി. ഞാനല്ല. കൈമളേട്ടാ, ഒന്ന് ചൂടാക്കിക്കേ. 14, 2 കട്ടൻ 2 വിത്തൗട്ട്. മരുമോക്കുള്ളത് അമ്മായിയപ്പന്റെ വക സ്പെഷ്യൽ ആയിക്കോട്ടെ. ഫിലിപ്പോസേ, പാല് കുറയ്ക്കരുത് പറഞ്ഞേക്ക്, തൊട്ട് എണ്ണി കൊടുക്കുന്നതാ. ഒന്നും തോന്നരുത്. ഒരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ. ഈ രൂപത്തിലുള്ള കൈമളാശാനെ എങ്ങനെ കനകാമ്പനെ പോലെ ഒരു മോനുണ്ടായി? അതൊരു ട്രേഡ് സീക്രട്ട് ആടോ ഫിലിപ്പോസെ. 67 കൊട്ടാരം തിയേറ്റേഴ്സിന്റെ ഹിറ്റല്ലായിരുന്നോ ലങ്കാദഹനം? ഞാൻ ആ ദശരഥൻ. അന്നൊക്കെ മിക്കവാറും ഡബിളാ. അപ്പോഴാ കല്യാണം. അന്നും കളി ഉണ്ടായിരുന്നു കോട്ടയത്ത്. കൊച്ചുകൊടുപ്പാൻകാലത്ത് ആ വീട്ടിലെത്തിയത് ദശരഥന്റെ വേഷത്തിൽ തന്നെ ആദ്യ രാത്രി. അതാ ശ്രീരാമനെ പോലെ ഇങ്ങനെ. കനകോ, ശാകുന്തളം എങ്ങനെ? ഓട്ടം ഉണ്ടോ? ഉണ്ടോന്നോ? നല്ല കഥയായി. ഫെബ്രുവരി 31 വരെ എന്നും ഡബിളാ. 31 33. പണ്ടത്തെ പോലെയൊന്നും അല്ല ശങ്കരേട്ട. ചിലരൊക്കെ പടിയിറങ്ങിയതോടെ ട്രൂപ്പ് കയറി അങ്ങ് കൊളുത്തി. കൊട്ടാരം തിയേറ്റേഴ്സിന്റെ സാധനത്തിന് നല്ല ഡിമാൻഡാ. തട്ടേ കയറുന്നതിന് മുമ്പ് കളിയൊന്നൊക്കെ 17,000 എണ്ണി കിട്ടും. പിന്നെ എന്തിനാണ് ഫിലിപ്പോസെ പലിശക്കാരെ പേടിച്ച് പ്രാന്താശുപത്രി പോയത്? കോടീശ്വരന്മാരാകുമ്പോ വലിയ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തിയെന്ന് വരും. പണം പലിശക്ക് എടുത്തൊന്നും വരും. ഓട്ട ചായ കുടിച്ചിരിക്കുമ്പോ വണ്ടി കയറോ ഫിലിപ്പോസെ? 17,000 എന്നൊക്കെ വെറുതെ പൊങ്ങച്ചം പറഞ്ഞതാ. കളി പിടിച്ചത് 7. പിരിച്ചിവിടെ ഇനി 2,000 വേറെ വേണം. 2000 തയ്യോന്നറിയില്ല. അവനെ അറിയിക്കണ്ട, കാര്യങ്ങൾ നടത്താം. അമ്മേ, ദേവന് പൊടി. അമ്മേ, കനകേട്ടാ, ദേ വീണ്ടും ഒരു കിഴി. എവിടെ? വീണ്ടും ക്യാഷ്. പിച്ചക്കാരനാണെങ്കിലും അന്തസ്സുണ്ടെന്ന് മനസ്സിലായി. പണം തൊട്ടില്ലല്ലോ. ഇതിൽ കുറച്ച് കൂടുതലുണ്ട്. ആവശ്യത്തിന് ചെലവാക്കാം. പേടിക്കണ്ട, തിരിച്ചു ചോദിക്കില്ല. വീണ്ടും കാന്തപുരം ബ്രദേഴ്സ്. ആരാണാവോ ഈശ്വര ഇതൊക്കെ ചെയ്യണത്? ഇതേ ഓപ്പറേഷൻ ലോകത്ത് ഇതിനു മുമ്പ് നടത്തിയത് ശ്രീകൃഷ്ണൻ മാത്രമാ. കുചേലിന് കൊട്ടാരവും സകല സൗഭാഗ്യങ്ങളും വാരിക്കോരി കൊടുത്ത കഥ നീ കേട്ടിട്ടില്ലേ ഭാരതി? ഇതിപ്പോ രാമനും കൃഷ്ണനും ഒന്നും കൊണ്ടിട്ടതല്ല. എന്തായാലും ഇതിനകത്തൊന്നും എടുക്കാൻ നിൽക്കണ്ട. അവരെങ്ങാനും മനസ്സ് മാറുന്നത് തിരിച്ചു വെച്ചാലോ? ഓ പിന്നെ, കടം മേടിച്ച് തിരിച്ചു കൊടുക്കുന്നില്ല, പിന്നെയാണ് കളഞ്ഞു കിട്ടിയത്. തലയിരിക്കുമ്പം വാലാടണ്ട. നീ ഒരു കാര്യം ചെയ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്ക്. അടിച്ച് പൊളിച്ചൊരു ഷോപ്പിംഗ്. പിന്നെ വിക്രമാദിത്യന്റെ കിരീടം ഒന്ന് ശരിയാക്കണം. അത് കഴിഞ്ഞൊരു ഉഗ്രൻ സദ്യ. വേഗം പൈസ ചെലവാക്കാനായിട്ട് കൈ ചൊറിയുന്നടി. അരി നമുക്ക് ഹോൾസെയിലിൽ നിന്ന് എടുക്കാം. 10 ചാക്കെങ്കിലും വേണ്ടേ? എന്തിനാത്രേ? പുതിയ ബുക്കിംഗ് ഇല്ലെങ്കിൽ 1 വർഷം പട്ടിണി എടുക്കണ്ടല്ലോ. നാടകം ഇല്ലേ കനകാംബര? പിന്നെ ഇന്ന് ഡബിളാ. ആദ്യം കണ്ണൂര്, പിന്നെ തിരുവനന്തപുരം. നോക്കുന്നുണ്ട്, ഒരു വേല കാണിച്ചുതരാം. കനകേട്ടാ, എന്നെ കൊള്ളാക്കണ്ട. മിണ്ടരുത്. കനകന്റെ കയ്യിൽ പൂത്ത പണം ഉണ്ടെന്ന് അങ്ങിരുന്ന് അറിയട്ടെ. എന്നെ പലിശക്കാരുടെ മുമ്പിൽ എങ്ങാനും ചെന്ന് പെടും. പിന്നെ അരി സാമാനങ്ങൾ വാങ്ങുന്ന കാര്യം ഗോപി. മോളെ, മോള് വാ. എന്തൊരു ചൂടാ. അവിടെ നിന്ന് തരുന്ന പഴയ സാധനങ്ങളൊക്കെ കഴിച്ച് വയറ് കേടാക്കണ്ട. നമ്മൾ ഐസ്ക്രീമും ചിക്കനും തിന്നാൻ പോകുന്നല്ലേ. ഐസ്ക്രീമും ചിക്കനും എന്ത് കോമ്പിനേഷൻ ആണാ പോത്തെ? കള്ളം പറഞ്ഞാൽ യോജിപ്പോടെ പറയണ്ടേ? ഭാരതി കുട്ടിയെ വിളിച്ചോണ്ട് വരുന്നുണ്ടോ? അതെ, കുഞ്ഞിനെ വെറുതെ വിഷമിപ്പിക്കണ്ട. അവളുടെ മുത്തശ്ശനല്ലേ. അത് ന്യായം. ഓ അത് ശരി. ഇപ്പൊ വാദി പ്രതിയായോ? ശരി, ഒരു വിലയില്ലാത്ത അമ്മായിച്ചന്റെ സ്നേഹവും വാങ്ങിച്ചോണ്ട് നീ വീട്ടിലേക്ക് ചെല്ലേ. ഒത്തിരി വിലയുള്ള സാധനങ്ങളുമായിട്ട് ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓട്ടോ മീറ്റർ ഇട്ടോ, കടമല്ല. നൗട്ടിയെ നല്ല ചൂടന. അമ്മൂട്ടിയുടെ മുത്തശ്ശനെ പോലെ. എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല കുട്ടി. പിച്ചക്കാരനായ തന്തയായാലും സ്വന്തം മക്കൾ നല്ല നിലയിൽ എത്തണമെന്നാവും ഓരോ രക്ഷകർത്താവും മോഹിക്കുക. ഒരുപാട് കണക്കുകൂട്ടലുണ്ടായിരുന്നു മനസ്സിൽ.
അതൊക്കെ തെറ്റിയപ്പോ കൈമളാശാൻ സഹിച്ചില്ല. നിന്നെ എനിക്കിഷ്ടാ, നല്ല ആർട്ടിസ്റ്റാ. പരിപ്പര, ഉഴുന്ന് 3, സൂചി 5, കായം 4, കാലോ? ആ 4, പഞ്ചസാര 5, റവ 6, ഏലക്ക 700. കൂട്ടിയോ? കൂട്ടി. കനകോ, ഇത് കടവല്ലല്ലോ അല്ലേ? അല്ലെന്നേ. എന്നാ ബാക്കി പോരട്ടെ. ചുവന്നുള്ളി 2, വെളുത്തുള്ളി 1/2, ശർക്കര 5, കടുക് 3 കിലോ. 3 കിലോ കടുകോ? ആ ആയുഷ്കാല പർച്ചേസാ. തൂര 3, വെല്ലം 2, ഹോർലിക്സ് 3, പിയേഴ്സ് 5. അല്ല, പിയേഴ്സ് ഒരു 10 എണ്ണം പോരട്ടെ. കനക കഥം പറയൂട്ടോ. കൊറേ നേരായില്ലോ തുടങ്ങിയിട്ട്. ഇനിയും മിണ്ടിയ ഇത് കണ്ടോ, തിരികെ കേട്ടു ഞാൻ. ഇവന്മാരെവിടെ വന്നോ? ഹൈ, വൃത്തിയിട്ടത്. ഒരു കാര്യം പറയാനാ. അയ്യേ, ഇത് മറ്റേതാ, തളാങ്കു തിരികരുതോ. എടോ, താൻ കൊറേ നേരം തുടങ്ങിയിട്ട് എന്താ വിളിച്ചെന്നെ? അയ്യോ, എന്റെ പൊന്നു പ്രഭാകരേട്ടാ, നിങ്ങളെ പറഞ്ഞതല്ല. പിന്നെ? ഓ, അവരെ പോയോ? സോറി കേട്ടോ, സെയിം പിടിച്ച. അയ്യോ, ഗോപാലനല്ലേ? അണ്ണാനും മരഞ്ചാടിയൊന്നും അല്ല, കടത്തനാടൻ കളരിയിലെ പൊൻവിളക്കാണ് ഞാൻ. തച്ചോളി മാണിക്കോ തോതേലക്കുറിപ്പ്. അംഗം കുറിക്കാൻ വന്നേണ്. വിളിയടി ഇവിടുത്തെ അപ്പിയ ആരെ? കനകാംബര കുറിപ്പിന. എന്താണാവോ കാര്യം? എന്റെ ഉടപ്പിറന്നാളെ ജീവിതം നശിപ്പിച്ചതിന് പകരം വീട്ടണം. അണ്ണനെന്താ പ്രാന്തുണ്ടോ? ഉണ്ടടി, നിന്റെ മാപ്പാക്കി. കനകാംബരം ഭ്രാന്താശുപത്രി കാണിച്ചു കൂട്ടിയതല്ല, സങ്കീർത്തനെന്ന് സൗവർണ്യെന്ന് എന്തായിരുന്നു യാതിന്റെ ദിലീപ് വ്യാധി വരെ എന്നെ വിളിച്ച് പറഞ്ഞു. മാർക്കാണ്ട ഗോപാലിന്റെ ഓടപ്പറന്നാക്കി ഈ ഗതി വന്നല്ലോ എന്ന് വിചാരിക്കുമ്പോ എന്റെ ചങ്ക പോന്നോണ്. ഉടപ്പിറന്നോളെ കുറിച്ച് അത്രയ്ക്ക് ദണ്ണമാണെങ്കിൽ വിളിച്ചോണ്ട് പോ, ഗ്യാപ്പ് ഗോപാല. വേണ്ടി വന്നാ കൊണ്ടുപോകും. അതെ, 2 സ്റ്റേറ്റ് അവാർഡുകളാണ് ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. നീ ഒറ്റ ഒരുത്തനാണ് എവിടെ ഭാവി തൊലച്ചോളാ. പറഞ്ഞാളെ, നീ ഒന്ന് പെട്ടെന്ന് കരുതി നിന്റെ മാർക്കറ്റ് ഒന്നും ഇടിഞ്ഞിട്ടില്ലടി. കണ്ണൂർ വാസൂട്ടി MC കട്ടപ്പന ഇപ്പോഴും വെയിറ്റിംഗില്ല. നിന്നെ കെട്ടായി അതറിയാടാ എനക്ക്. നാടകം ബുക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി. ശരി. അഡ്വാൻസ് കേട്ടാൽ മീനിനെ കണ്ട പൂച്ചയെ പോലെ അവൻ ചാടി വീഴും. വണ്ടിക്കകത്ത് അവനെ മുൻസീറ്റിൽ കയറ്റിയിരുത്തണം. കയറി ഇരുന്നാലുള്ള ഡോറടച്ച് താനും കയറിയിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒച്ച ചെയ്യുന്നത് പോലെ ഓടിക്കണം. അങ്ങനെയാണല്ലോ ഞാൻ ഓടിക്കുന്നത്. അതറിയാം, അതുകൊണ്ടാണല്ലോ എടുത്തു പറഞ്ഞത്. നോറിൽ പറപ്പിക്കണം. ദൈവമേ, ഞങ്ങള് വണ്ടിക്കകത്ത് കാണും. മനസ്സിലായോ? മനസ്സിലായേ. എന്നാ വേഗച്ചല്ലേ, ആ സ്വന്തം മത്സ്യത്തെ ചൂണ്ടയിൽ കൊളുത്തിട്ട് വാ. ചൂണ്ട തന്നില്ല. പോ. കനക, സത്യം പറ, പെട്ടെന്നൊരു സദ്യ ഒരുക്കാം. എന്താ ഇതിന്റെ ഗുഡൻസ്? ഇന്ന് എന്റെ 5ാം ഡെത്ത് ആനിവേഴ്സറി അല്ലേ, അതൊന്ന് ആഘോഷിക്കാന്ന് കരുതിയിട്ട്. ഡെത്ത് ആനിവേഴ്സറിയോ? ആ, ഞാൻ ഭാരതിയുടെ കഴുത്തിൽ താലി കെട്ടിട്ട് ഇന്ന് 5 വർഷം തികയല്ലേ. പട്ടിയുണ്ടോ? ആ, ഫിലിപ്പോസ് ഉണ്ട്. ആരാ? പട്ടിയുടെ പേരാ ഫിലിപ്പോസ്. അല്ല, നിന്റെ അപ്പന്റെ പേര്? ആരാ? എവിടെന്നാ? കുറച്ച് വടക്കുന്ന് ഒരു ബുക്കിങ്ങിന് വേണ്ടി വന്നു. അഡ്വാൻസ് കൊണ്ടുവന്നു എന്റെ അപ്പനെ വിളിക്കുക നീ. സ്റ്റോറി കൃഷ്ണ, ഇന്നത്തെ കണി കൊള്ളാം. അഡ്വാൻസ് വരണ വഴിയേ. വരണം. ശാകുന്തളമാണ് ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ്. ഡേറ്റ് ഉണ്ടോന്ന് അറിയില്ല. ഞാൻ ഭാരതിയോടൊന്ന് ചോദിക്കട്ടെ. ഭാരതി, രജിസ്റ്റർ ബുക്ക് എടുത്തോളൂ. രജിസ്റ്റർ ഒന്നും നോക്കാനില്ല, എനിക്ക് മനപ്പാടമാ ഫുള്ളാ. എന്നാലും ഒന്ന് നോക്കിക്കളയാം, ഇത്രയും ദൂരെ നിന്ന് വന്നതല്ല. കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഹോട്ടലിൽ വിശ്രമിക്കുകയാണ്. കാറുണ്ടേ, ഒന്ന് അവിടെ വരെ വരാവൂ. പിന്നെന്താ, അഹങ്കാരം എനിക്ക് ലേശമില്ല. ഡേറ്റ് ഉണ്ട്. ഭാരതി, ഞാൻ പോയി അഡ്വാൻസ് വാങ്ങി വേഗം വന്നേക്കാം. തേങ്ങ ചിരട്ടിക്കുള്ളൂ, ഞാൻ വന്നിട്ട് പിഴിഞ്ഞാൽ മതി. ആദ്യം ഞാൻ ഇതിനെ ഒന്ന് പിഴിയട്ടെ. സെക്രട്ടറി, ഈ പരിപാടി വടക്കുന്നാവുമ്പോ നമുക്ക് എത്ര രൂപ പറയാം? ഒരു 8,000. 18,000. ഞങ്ങളുടെ ഇപ്പോഴത്തെ റേറ്റ് 18 പറഞ്ഞല്ലോ. നമുക്കത് റൗണ്ട് ചെയ്ത് 20 ആക്കാം. 2 ചേട്ടന് ഞാനതൊക്കെ തീരുമാനിച്ചു. വേണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. വരുന്നുണ്ട്. പറഞ്ഞെ കയറും മുമ്പില്. വണ്ടി AC ആണോ? AC ആണ്. എനിക്ക് കുഴപ്പമില്ല, വേർത്ത ഗ്ലാമർ പോവേ. സൽക്കലാദേവിതൻ ചിത്രഗോപുരങ്ങളെ. അയ്യോ, എന്നെ പീഡിപ്പിക്കുന്നേ, രക്ഷിക്കണേ. നിങ്ങളൊക്കെ ആരാ? കാന്തപുരം പ്രദേശ് കേട്ടിട്ടുണ്ടോ ഈ പേര്? ഓ, കത്ത്. കൊല്ലിനും കൊലയ്ക്കും അധികാരമുള്ള കാന്തപുരം കൊട്ടാരത്തിലെ തമ്പുരാക്കന്മാരാ ഞങ്ങള്. ബുദ്ധിരാക്ഷസനെന്നും അഭിനവ ചാലക്യൻ എന്ന് പറയപ്പെടുന്ന ഉപേന്ദ്രവർമ്മയാണ് നാം. കരുത്തിന്റെ കാര്യത്തിൽ
മഹാഭാരതത്തിലെ ഭീമനെയും വെല്ലുന്ന വീരശൂര പരാക്രമി രാധാകൃഷ്ണവർമ്മയാണ് നോമും. ഉണ്ണിയെ കണ്ടാൽ ഉണ്ണിയെ കണ്ടാൽ അറിയാമോ ഉരുളപ്പഞ്ഞം. ഭീമനും ചാണകനും സമ്മതിച്ചു. ആട്ടെ, എന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഊരുരുട്ടാതി പിറന്ന ഒരു കാഞ്ചന ലക്ഷ്മി, നിതത്വം മറയ്ക്കുന്ന കാർകൂന്തൽ, ചെമ്പകപ്പൂവിതൽ തോക്കുന്ന നിറം, നീണ്ടിടപ്പെട്ട മിഴികൾ, പവിഴാധരങ്ങൾ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ മഹാരാജാവേ. ഞാനേ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുടെ പിതാവാ. സെക്കൻഡ് മാരേജിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഓ രാജകുമാരിക്ക് പറ്റിയ ഒരു ചരക്കേ. ഞങ്ങളുടെ രാജകുമാരിക്ക് സംബന്ധം ആലോചിക്കാനല്ല പൂരപ്പറമ്പിൽ നാടകം നടിച്ചു നടന്ന നിന്നെ തരുവത്. നീ ആദ്യം കാര്യക്കേട് ഇറങ്ങ. എന്നാ വേഗം പറഞ്ഞു തൊലയ്ക്ക്. ഈ കാഞ്ചനലക്ഷ്മി പണ്ട് ബാല്യവിവാഹം കഴിച്ചതാ സൂര്യനാരായണൻ എന്ന മുറപ്പയ്യനെ. കുട്ടിക്കാലത്ത് തന്നെ സൂര്യനാരായണനെ കാണാതായി. ഈ നാട് മുഴുവൻ തേടി, ഇതുവരെ കിട്ടിയില്ല. എന്ന വർഷം ഇത്രയായിട്ടും കാഞ്ചനലക്ഷ്മി വിവാഹം കഴിക്കാതെ കാത്തിരിക്കുകയാണ്. അത് കാരണം കൊട്ടാരത്തിലെ അവകാശികളായ ഞങ്ങൾക്കൊന്നും 10 പൈസ കൈ കിട്ടിയിട്ടില്ല. സൂര്യനാരായണനെ കണ്ടുപിടിച്ചു കൊടുത്താൽ റാണി സന്തോഷവതിയാവും, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്യും. ഏതെങ്കിലും ഒരു കോന്നലെ മുമ്പ് കൊണ്ട് നിർത്തി ഇതാണ് നിന്റെ സൂര്യനാരായണൻ എന്ന് പറഞ്ഞാൽ റാണി വിശ്വസിക്കില്ല. അപ്പൊ അതിന് ചോദിച്ച ഒരാളെ വേണം. തപ്പി നടന്നു, കണ്ടുപിടിച്ചു. നിന്നെ ശാകുന്തളം, പഴശ്ശിരാജ, വിക്രമാദിത്യൻ, സമ്പൂർണ്ണ രാമായണം, ഇതിലേത് വേണമെങ്കിലും കളിക്കാം. സൂര്യനാരായണ ചരിതം ഡേറ്റ് ഇല്ല. ഞങ്ങൾക്ക് ട്രൂപ്പ് വേണ്ട, നിന്നെ മാത്രം മതി. നിന്നെ. നീയാണ് ഞങ്ങളുടെ സൂര്യനാരായണൻ. അയ്യോ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. വീടറോ, എനിക്ക് പോണം. വണ്ടി റെഡിയല്ലേ? എവിടെ അഡ്വാൻസ് കൊണ്ടുവന്ന ഡ്രൈവർ? സോറി, ഒരുപാട് പ്രതീക്ഷിച്ചു അല്ലേ? നിങ്ങളുടെ ട്രൂപ്പിൽ സഹകരിക്കാൻ പറ്റാത്തതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. വയ്ക്കോ, പോ മുമ്പേ 25,000 ഇവിടെ എണ്ണി വെക്കണം. എന്തിന്? ആയുഷ്കാല പർച്ചേസ് നടത്തിയില്ലേ, അത് ഞങ്ങൾ തന്ന കിഴിപ്പണം കൊണ്ടാ. അയ്യോ, നോക്ക്, സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചേരി തമ്പുരാക്കന്മാര്. ഒരേ ഒരു ദിവസം നീ ഞങ്ങളുടെ കൂടെ വാ. റാണിയുടെ മുമ്പിൽ സൂര്യനാരായണനായിട്ടൊന്ന് വേഷമിട്. 10 വർഷം നീ നാടകം കളിച്ചാൽ കിട്ടാത്ത പണം ഞങ്ങൾ തരാം. 3 ലക്ഷം. 3 ലക്ഷം? അതെ, 3 lakhs. മിണ്ടരുത്. തട്ടയിലുള്ള അഭിനയം മാത്രം മതി. കണ്ടകശനിയാണെന്നുള്ള ചിന്ത പോലും ഇല്ല. ഓരോ പുലിവാരികളും പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. നീ ഇങ്ങോട്ട് ഇരുന്നേ. മഹാലക്ഷ്മി വന്ന് മുട്ടി വിളിക്കുമ്പോ പോന്ന് പറയരുത്. പലിശക്കാരൻ മുഴുവൻ സെറ്റിൽ ചെയ്ത് പണയം വെച്ചിരിക്കുന്ന നിന്റെ ആഭരണങ്ങൾ എടുത്താലും ബാക്കി ഉണ്ടാവും 90,000 രൂപ. അത് നമുക്ക് അമ്മൂട്ടിയുടെ പേരിൽ FD ഇടാം. വേണ്ട വേണ്ട വേണ്ട, നിങ്ങളുടെ FD. ആ രാജകുമാരിയെ കാണുമ്പോ ഓന്തിനെ പോലെ നിങ്ങളുടെ നിറം അറിയാലോ. കലാകാരനല്ലേ, റിസ്കാ. ശരിയാ. ഇവളുടെ അനുവാദം വാങ്ങിയിട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല. ഈ പ്രതിസന്ധി കനകാംബരനെ തരണം ചെയ്തേ പറ്റൂ. ഇത് സിനിമാ മേക്കപ്പ് മാൻ ജയചന്ദ്രൻ. എന്റെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറ്റും. ഇത് സിനിമാ കോസ്റ്റ്യൂമർ മനോജ് ആലപ്പുഴ. ഈ പഴഞ്ചീലയൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് വസ്ത്രം ധരിപ്പിക്കും. ഈ രാജാപ്പാത്തിന്റെ കിരീടവും ആടയാഭരണങ്ങളൊക്കെ എന്റെ അടുത്തുണ്ടായിരുന്നല്ലോ. എടുത്തിരുന്നെങ്കിൽ അതിന്റെ വാടക കൂടി കിട്ടിയത്. നിന്റെ ഉണക്ക നാടകത്തിലെ രാജാപ്പാത്ത് കൂടലിത്. കാന്തപുരം കുട്ടാരമാണ് അരങ്ങ്. ഇത്തിരി കാശിന് കുറവുണ്ടെന്ന് കരുതി ഒരു ഒന്നാന്തരം ഡ്രാമ ആർട്ടിസ്റ്റ് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത്. എവിടെ വണ്ടി? നിക്ക് നിക്ക് നിക്ക്. എടോ മണ്ടച്ചാരെ, നിന്റെ രാജാപ്പാട്ട് അസലായതുകൊണ്ടല്ലേ ഞങ്ങൾ നിന്നെ തന്നെ തേടി വന്നത്. കൂൾ ഡൗൺ കറുക. വാ, നമുക്ക് സൂര്യനാരായണ. തട്ടേന്നുള്ള ശീലമാ. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. തെലുങ്ക് ദേശത്ത് രാജമന്ത്രിയിൽ ക്രാന്തി പാലസ് എന്നൊരു കൊട്ടാരമുണ്ട്. അവിടെ നിന്ന് പണ്ടൊരു രാജകുമാരൻ നമ്മുടെ കൊട്ടാരത്തിലേക്ക് രത്നവ്യാപാരത്തിന് വന്നു. വന്നവൻ സുന്ദരൻ സുമുഖൻ. കുറെ രത്നങ്ങളിലൂടെ തലയിട്ട് ഞങ്ങളുടെ പെങ്ങളെയും കൊണ്ട് അവൻ മുങ്ങി. അതിന്റെ പേരിൽ 2 കൊട്ടാരങ്ങളും തമ്മിൽ കുറെ കാലം ഉടക്കിലായിരുന്നു. എന്നാൽ സുഭാഷിണിക്കൊരു കുഞ്ഞു ജനിച്ചതോടെ എല്ലാം കോംപ്രമൈസായി. അങ്ങനെ പെങ്ങള് തിരിച്ചെത്തി. അന്നത്തെ കുഞ്ഞാണ് ഇന്ന് വളർന്നു വലുതായി സൂര്യനാരായണനെ കാത്തിരിക്കുന്ന കാഞ്ചന ലക്ഷ്മി. ഈ നിമിഷം മുതൽ നീ കനകാംബരനല്ല, സൂര്യനാരായണ. വെറുതെയാണോ രാജാപ്പാട്ട് കനകാംബരൻ ആളുകൾ വിളിക്കുന്നത്? കൊട്ടാരത്തിൽ കുറെ പേർ തെലുങ്കരും കുറെ പേർ മലയാളികളും. ഏമണ്ടി കിമണ്ടി എന്നൊക്കെ കേട്ടാൽ നീ മറുപടി ഒന്നും പറയണ്ട. ചീത്ത വാക്കുകളല്ല. ഈ സൂര്യനാരായണൻ തെലുങ്കരോ പഞ്ചാബിയോ? പേടിക്കണ്ട, മലയാളി. ഭാഗ്യം. പിന്നെ പെരുമാറ്റവും വർത്താനവും ഒക്കെ ഡീസന്റ് ആയിരിക്കണം. ഒരു ഗാംഭീര്യമൊക്കെ വേണം. ഇത്രയും മതിയാവൂ? അത്രയും വേണ്ട.
കൊട്ടാരമല്ലേ, പലതരം പഴങ്ങളും വില കൂടിയ ഭക്ഷണങ്ങളും ഒക്കെ കിട്ടും. കൈയിട്ട് വാരരുത്. താൻ കുറെ നേരമായല്ലോ, ഞാൻ എന്താ തീറ്റി പണ്ടാരോ? അല്ല, കാണാതെ കിടന്ന് കാണുമ്പോഴേ ഞാൻ ആ ടൈപ്പ് അല്ല. ചൂടാകാത്ത കനക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ. ശരി, എല്ലാം ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞത് മറക്കരുത്, ഒറ്റ ദിവസം കൊണ്ട് കാര്യം നടത്തി വൈകുന്നേരം എന്നെ തിരിച്ചു വിടണം. അതേറ്റു. എന്നാൽ സാക്ഷാൽ സൂര്യനാരായണൻ പുറപ്പെട്ടോളൂ കൊട്ടാരത്തിലേക്ക്. ഇന്ന് തന്നെ. അതെ തമ്പുരാക്കന്മാരെ, എന്താ പ്ലാൻ? എന്റെ ഏർപ്പാട് തീർക്കണില്ലേ? എനിക്ക് പോണം. വെയിറ്റ് എല്ലാം പരിഹരിക്കാം. പിന്നൊരു കാര്യം, എനിക്ക് 100 നോട്ട് വേണ്ട കേട്ടോ. 3 ലക്ഷം ആവുമ്പോൾ ഒരു വലിയ കെട്ടുണ്ടാവും. ചെറിയ ബാഗല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ. പറ്റുമെങ്കിൽ 1000 മതി. വൈകുന്നേരത്തിന് മുമ്പ് അങ്ങ് എത്തണം. ഇന്ന് കളിയുള്ളത് അത് ഡബിള്. എന്താ വേണ്ടി? കുമാരനെ രാജകുമാരി വിളിക്കുന്നു അന്തപുരത്തിലേക്ക് വരാൻ. അയ്യേ, അന്തപുരത്തിലേക്കോ? എന്തിന്? ഞാനില്ല. മുഖം ജസ്റ്റ് ഒന്ന് ചോലു. അന്തപുരത്തിൽ തോഴികൾ ഉള്ളതുകൊണ്ടാ കുമാരൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. ഭയങ്കര നാണക്കാരനാ. ത്രിപുര സുന്ദരി പൊയ്ക്കോ. എന്തിനാ ആലോചിക്കണേ? കുമാരന്റെ കുമാരിയല്ലേ. പരട്ട കനകാമ്പര. 1000 നന്ദിയുണ്ട്. റാണി ദാനം ചെയ്ത പണം കൊണ്ടാ എന്റെ ചെറുമോളുടെ വേലി നടത്തിയേ. അനുഗ്രഹം വാങ്ങിച്ചോളൂ കുട്ടികളെ. ഏയ്, അതൊന്നും വേണ്ട. ഇവിടുത്തെ മുതലൊക്കെ നിങ്ങളെപ്പോലുള്ള ഒരു കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതിന്റെ പങ്കാ തന്നത്. ഞാനൊരു നിമിത്തമായെന്നേ ഉള്ളൂ. ഓടി പുണ്യം കിട്ടും. മോൾക്ക് നന്മ മാത്രമേ വരൂ. ആ, ദേ വന്നല്ലോ നന്മ. കേശ് ഇങ്ങനെ വാരി എറിയല്ലേ? പകിടയൊക്കെ നിർത്തി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കുഞ്ഞുനാളില് നമ്മള് രാവും പകലും പകിടകളി തന്നെയായിരുന്നു. അമ്മ കരുക്കളെടുത്ത് ഒളിച്ചു വെക്കും. ഓർക്കുന്നുണ്ടോ അതൊക്കെ? ഓ, പിന്നെ എന്ത് രസമായിരുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. വാ സൂര്യ, നമുക്കൊരു റൗണ്ട് കളിക്കാം. അയ്യോ, എന്റെ കുമാരി, എന്ത് മണ്ടത്തരമായി പറയുന്നേ. ഇന്നത്തെ ദിവസത്തിന്റെ കുഴപ്പം അറിയൂ. രാഹു ചന്ദ്രനെ വിഴുങ്ങുന്ന ദിവസമാ. യുവമിഥുനങ്ങൾ പകിട കളിച്ചാൽ ഈശ്വര, വല്യമ്മ ഓർമ്മിപ്പിച്ച നന്നായി. എന്നാ നമുക്ക് നാളെ ആക്കാം. നാളെ ഈ കുമാരൻ തട്ടയിലായിരിക്കും മോളെ. ഞാൻ പോണ കാര്യം. എന്താ മാമേ? അത് മോളെ, കുമാരനൊന്ന് പോണം. പോകാനോ? അതെ, ഉത്സവ സീസണല്ലേ, ഭയങ്കര തിരക്കാ കുമാരന്. ശാകുന്തളമാണ് ഇപ്പൊ. ഒരുപാട് ക്ഷേത്രങ്ങളില് ഉത്സവങ്ങൾക്ക് പോയേക്കാമെന്ന് വഴിപാടുണ്ടായിരുന്നു കുമാരന്. വേണ്ട, കുമാരൻ എങ്ങും പോകണ്ട. എനിക്ക് പോണം. ഞാനേ ഒരു ദിവസത്തേക്കാ. എന്താ? അതെ, ഒരു ദിവസത്തേക്കെന്ന് പറഞ്ഞ ഓടിപ്പടച്ചു വന്നത് കുമാരിയെ സമാധാനിപ്പിക്കാൻ. പോയിട്ട് ഉടനെ വരും. വേണ്ട, പോകണ്ട. വേണം, പോകണം. പറ്റില്ല, ഞാൻ വിടില്ല. എനിക്ക് പോണം. എന്നാ പൊയ്ക്കോളൂ. ഓ, നമസ്കാരം. വിടട്ടെ. ഹലോ. നമസ്കാരം. 24 വർഷം കാത്തിരുന്ന് കിട്ടിയതാ എനിക്ക്. ഇനി നമ്മൾ പിരിയില്ല. പറയൂ, എന്നെ വിട്ട് പോവോ? പോവില്ലാന്ന് പറ കുമാര.